നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് രാജ്. ചിത്രഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തലവേദന, വിട്ടുമാറാത്ത തലവേദന, കാലാകാലങ്ങളെ നിങ്ങൾക്കുള്ള തലവേദന നമ്മൾ സാധാരണ മൈഗ്രെയിൻ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആകണം എന്നില്ല. വിട്ടുമാറാത്ത എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആകണമെന്നില്ല. മൈഗ്രെയിൻ അല്ലാത്ത ഒരു വിഭാഗം തലവേദനയെക്കുറിച്ചും അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്നും ഇല്ലെങ്കിൽ എങ്ങനെ അതിന് ചികിത്സ നൽകാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നങ്ങളിലൊന്നാണ് തലവേദന. അതും പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിട്ടുമാറാത്ത തലവേദനകൾ നമ്മൾ സാധാരണയായി കൊടിഞ്ഞി അഥവാ മൈഗ്രെയിൻ എന്നങ്ങ് തീരുമാനിക്കും. പക്ഷേ എല്ലാം അങ്ങനെയാകണം എന്നില്ല. തലവേദനകൾ രണ്ട് വിഭാഗമാണ്, പ്രൈമറി, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തലവേദനകൾ, അതാണ് കൂടുതൽ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് സെക്കൻഡറി ആയിട്ടുണ്ട്. അതായത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായി ഉണ്ടാകാവുന്ന തലവേദനകൾ. അത് ഇപ്പം വലിയൊരു സ്പൈനൽ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമുക്ക് തലവേദന ഉണ്ടാകാം. പക്ഷേ അത് അത്ര ഭീകരമാകണമെന്നില്ല. ഞാനീ പറയാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സർവൈക്കോജെനിക് ഹെഡേക്ക് എന്ന് പറയും. അതായത് നമ്മളുടെ കഴുത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന തലവേദന. സെക്കൻഡറി ഹെഡേക്സിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട തലവേദനകൾ ഒന്നാണ് ഈ സർവൈക്കോജെനിക് ഹെഡേക്ക്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ തലവേദന നമ്മൾ ഒന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ സമയങ്ങളിൽ, അല്ലെങ്കിൽ മെനോപോസ് അടുത്ത സ്ത്രീകളിൽ, ഹിസ്റ്ററെക്ടമി അതായത് യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിൽ, ഇങ്ങനെയുള്ള ആൾക്കാരിലായിരിക്കും ഇത് കൂടുതലായിട്ട് ഈ ഒരു സമയങ്ങൾ, ഹോർമോൺ വ്യതിയാനം വരുന്ന സമയങ്ങളിൽ, കൂടുതൽ ഫിസിക്കൽ എക്സർഷൻ എടുക്കുന്ന സമയങ്ങളിൽ, ക്ലൈമാറ്റിക് ചേഞ്ച്, നമുക്ക് എ സിക്കകത്തിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത കാലാവസ്ഥയിലിരിക്കുക, അങ്ങനെയുള്ള സമയങ്ങളിൽ ഒക്കെ ഈ തലവേദന വരുന്നുണ്ട്. അത് കുറച്ച് ആ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 1-2 ദിവസം അടുപ്പിച്ച് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. എങ്കിൽ അത് മാറുന്നുണ്ട്. എങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ ഇത് സർവൈക്കോജെനിക് ഹെഡേക്ക് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഈ തലവേദനയ്ക്കുള്ള കാരണം നിങ്ങളുടെ കഴുത്തായിരിക്കും. അപ്പോൾ ഈ തലവേദന ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഈ തലവേദന വരുന്നവർക്ക് സാധാരണ അനുഭവപ്പെടുന്നത് കൂടുതലും തലയുടെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട്, തലയുടെ പുറവശത്തായിരിക്കും, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും. കണ്ണിന് നമുക്ക് കണ്ണിന് ഇടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആയിരിക്കും ആ രീതി കണ്ണിന് ചുറ്റും, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വേദന എടുക്കാം, ഉച്ചയുടെ ഭാഗത്ത് വേദന എടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസ് ആണ് കൂടുതലും ഈ പറഞ്ഞത് തലയുടെ പിൻവശത്ത്, കഴുത്തുമായി. അതായത് ഈ സർവൈക്കോജെനിക് ഹെഡേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, മൈഗ്രെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, മൈഗ്രെയിൻ മിക്കവാറും തലയിൽ തന്നെ ആരംഭിക്കുകയും അവിടുന്ന് ആയിരിക്കും ഈ വേദനയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കൂടുതൽ നമുക്ക് തോളിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പിൻവശത്തോ ഒക്കെ ആദ്യം വേദന, പിടുത്തമോ മുറുക്കമോ ഒക്കെ വന്നതിന് ശേഷം പയ്യെ തലവേദനയായി മാറുന്നതായിട്ടൊക്കെ കാണുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷനാണെങ്കിൽ അത് സർവൈക്കോജെനിക് ഹെഡേക്ക് തന്നെയായിരിക്കും. അപ്പോൾ അത് വരാനുള്ള പല കാരണങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഫിസിക്കൽ എക്സർഷൻ, ഹോർമോണൽ ഇംബാലൻസ്. കാരണം ഒരുപാട് ചില ആൾക്കാർക്ക് കാണും ടെൻഷൻ, ഒരുപാട് ടെൻഷൻ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തലവേദന വരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ കുറേ നേരം മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നത് തലവേദന വരുന്നു. ഈ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ തലവേദന വരുന്നു. ഈ വിരാമം വരാറായ സ്ത്രീകളിൽ തലവേദന വരുന്നു. ഗർഭപാത്രം മാറ്റിയ ഓപ്പറേഷൻ കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ത്രീകളിൽ തലവേദന വരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണൽ ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ് ഈ തലവേദന. അപ്പോൾ എന്താണ് ഈ ഹോർമോണൽ ഡിഫറൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ എക്സർഷൻ കൊണ്ട്, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലയുടെ പിൻവശത്തും കഴുത്തിലും തോളിലും മറ്റുമുള്ള മയോഫേഷ്യ, അതായത് മസിലിൻ്റെ പുറത്തുള്ള ഒരു വെളുത്ത പാടുണ്ട്, മയോഫേഷ്യ എന്നതിൽ. ഈ പാട വലിഞ്ഞു മുറുകുമ്പോൾ ആണ് ഈ തലവേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായും ഭേദപ്പെടുത്താവുന്ന ഒരു തലവേദനയുമാണ്. ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ചികിത്സ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, ഇത് ടൈറ്റായിട്ടിരിക്കുന്ന ഫേഷ്യ, മയോഫേഷ്യ, മസിൽസ് അല്ല. മസിൽ ടൈറ്റ്നസ് കാണത്തില്ല, കാരണം അവർക്ക് കഴുത്ത് തിരിക്കാൻ പറഞ്ഞാൽ നിസ്സാരമായി കഴുത്ത് തിരിക്കാൻ, ഒരു കറക്കാൻ എന്തിനും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ കഴുത്തിന് നമ്മൾ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ കാണാം, കഴുത്തിന് പേശികൾക്ക് മുകളിലുള്ള മയോഫേഷ്യ ഭയങ്കര ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പേഷ്യൻസ് ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ചില സമയത്ത് തോളിൽ നീര് വരും, ഇവിടെ ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്, ഈ സൈഡിൽ പൊങ്ങി വരാറുണ്ട്, കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ടൈറ്റായി വേദന വരുന്നുണ്ട്, ചെവിക്കും താടിയെല്ലിനും വേദന വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേദന വരുന്നുണ്ട്
ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ മുറുക്കമുണ്ട്, ഇതുപോലെ നീര് വരുന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അത് മയോഫേഷ്യൽ ടൈറ്റ്നസ് തന്നെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത് തന്നെയാണ്, മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കതൊരു MFR എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് മാത്രം പോരാ, ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഫിസിയോതെറാപ്പിസ്റ്റിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു തരും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ടൈറ്റ്നസ് കുറച്ച് നാളായി മിക്കവാറും ഈ തലവേദനയായിരുന്ന പേഷ്യൻസ് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായവരായിരിക്കത്തില്ല, എല്ലാം മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ തലവേദന അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും ഒരു 80% ആൾക്കാരും മൈഗ്രെയിന് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഈ പറയുന്നത്, മൈഗ്രെയിനിന് മരുന്ന് കഴിക്കുന്നവർ പോലും നമ്മൾ കണ്ടുപിടിച്ച് മൈഗ്രെയിൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഭേദപ്പെടുത്തി മാറ്റാവുന്നേ ഉള്ളൂ. അത് എത്ര വർഷം പറയാം, കാരണം ഒരു 15 to 20 years 15 years 18 years വരെയൊക്കെ ഉള്ള മൈഗ്രെയിൻസ് എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ വരെ മാറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ്, അത് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായി ഭേദപ്പെടുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ആദ്യം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ഡീറ്റെയിൽഡ് ട്രീറ്റ്മെൻറ്റ് ആണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അങ്ങനെ ഉള്ളി എടുത്ത് കളയാവുന്നതല്ല. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എടുക്കണം. അതായത് നിങ്ങൾക്ക് ടൈറ്റ്നസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഫേഷ്യ റിലീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്, ആ ടെക്നിക്കിൽ തന്നെ അത് ചെയ്യണം. നേരെ MFRലേക്ക് പോകാതെ അത് ആദ്യം സ്പാസർ റിലീവ് ചെയ്യുന്ന ടെക്നിക്സ് ചെയ്യണം. ടൈറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ, അത് ട്രിഗർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള TPR ചെയ്യണം. അങ്ങനെ അതിൻ്റെ കൃത്യമായ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അത് ചെയ്ത് കറക്റ്റ് മയോഫേഷ്യൽ റിലീസും കൊടുത്ത് ഇതിനുള്ള വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ വ്യായാമങ്ങളുടെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ ആ വ്യായാമങ്ങളും കൂടെ ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്തു പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ തലവേദന ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സർവൈക്കോജനിക് ഹെഡേക്ക് എന്ന് പറയുന്നത് ഒരു മാറാരോഗമല്ല, അത് നിങ്ങൾക്ക് വിട്ടുമാറാത്ത തലവേദനയായിരിക്കും. പക്ഷേ അതിൻ്റെ കാരണം സർവൈക്കോജനിക് ഹെഡേക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ കഴുത്തിൽ നിന്നുള്ള കഴുത്താണ് അതിൻ്റെ ഹേതു എന്നെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും അത് മാറ്റാവുന്നതും പൂർണ്ണമായും തലവേദന ഇല്ലാതാക്കാവുന്നതുമാണ്. ഇനി അതിൻ്റെ വ്യായാമങ്ങളിലേക്ക്, നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലവേദന ഉള്ളപ്പം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ ലാക്രോസ് ബോൾ എന്ന് പറയുന്ന മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബോളാണിത്. ഇതിന് പകരം ഈ ബോൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു നല്ല കട്ടിയുള്ള റബ്ബർ പന്ത് മതി. ഈ പന്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ തലവേദനയുള്ള സമയത്ത് നമ്മൾ കഴുത്തിൻ്റെ പിൻവശത്തായിട്ട് ഇങ്ങനെ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും, അതായത് നമ്മുടെ തലയോട്ടിയുടെ തൊട്ട് തീരുന്നിടം തൊട്ട് ഈ മസിലിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഈ വശത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വശത്തോ പ്രസ് ചെയ്താൽ നമുക്ക് മിക്കവാറും പെയിനുള്ളൊരു പോയിൻ്റ് കാണും. അപ്പോൾ അങ്ങനെ പെയിനുള്ളൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഇനി അഥവാ അങ്ങനെ ഒരു പോയിൻ്റ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, തലവേദനയുള്ള സമയത്ത് ഈ പുറത്തെ പ്രത്യേകിച്ച് ഈ രണ്ട് മസിൽസിൽ നമ്മൾ ഇതുപോലൊരു ബോൾ ഉപയോഗിച്ചതിന് ശേഷം ആ ബോൾ വയ്ക്കുക, ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റോൾ ചെയ്യുക. അതായത് വേണ്ട ഇതുപോലൊരു മൂവ്മെൻറ്റ്, ഇത്രയും മതി, ഇങ്ങനെ വെച്ച് കറക്കണ്ട, ആ ഒരു പോയിന്റിൽ ഇതുപോലെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ, ഏത് സൈഡിലാണെന്ന് വെച്ചാൽ ആ സൈഡിൽ ബോൾ വെച്ചതിന് ശേഷം ഇത് ഒരു 3 to 5 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം വേണം നിർബന്ധമായിട്ടും നമ്മൾ വ്യായാമങ്ങളിലേക്ക് കിടക്കാൻ. എക്സസൈസുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ടർക്കി ടവൽ നമ്മൾ റോൾ ചെയ്യുക. നല്ലൊരു റോൾ ചെയ്തതിന് ശേഷം ഇത് നമ്മളുടെ പുറത്ത്, അതായത് നമ്മളുടെ നടുവിലല്ല, നമ്മളുടെ പുറത്ത് വരുന്ന പോലെ വയ്ക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എക്സസൈസുകൾ ചെയ്യാൻ. ഫസ്റ്റ് എക്സസൈസ്, നമ്മൾ ഇരിക്കുന്നു, നമ്മൾ ടക്കിൻ ചെയ്യുക. നമ്മുടെ തല ഉള്ളിലേക്ക് റിട്രാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം താഴോട്ട് ഈ പൊസിഷനിൽ ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യുക, നിവരുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഉള്ളിലേക്ക് കാണിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി കൈകൊണ്ട് കാണിക്കാം. ഉള്ളിലേക്ക് കൊണ്ടുവന്നു, താഴേക്ക് വരുന്നു, ഹോൾഡ് ചെയ്യുന്നു, കൈ വയ്ക്കണമെന്നില്ല, നിവരുന്നു, വിടുന്നു. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് ഇതേപോലെ നമ്മൾ ടവൽ വെച്ചതിന് ശേഷം നമ്മൾ 2 കൈയും നമ്മളുടെ ഈ തലയുടെ പുറകിൽ ഓക്സിപിറ്റിൻ്റെ ഭാഗത്തായിട്ട് പിടിക്കുന്നു. മാക്സിമം പുറമോട്ട് ഇങ്ങനെ മലക്കുന്നു. ആ പൊസിഷനിൽ ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യുന്നു, നിവരുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത് ഒരു 5 ആവർത്തി റിപ്പീറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. തലയുടെ പുറകിൽ പിടിക്കുന്നു, മലക്കുന്നു, 5 എണ്ണുന്നു, നിവരുന്നു, റിലാക്സ് ചെയ്യുന്നു. ഈ എക്സസൈസ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ പുറവശത്തെ ഈ 2 മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഒരു സൈഡിലേക്ക് തല ചരിക്കുന്നു, അതിനുശേഷം നേരെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഈ ആംഗിളിലോട്ട് കഴുത്ത് നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു, ഒരു 5 എണ്ണുന്നു, പതുക്കെ നിവരുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത്
അതുപോലെ തന്നെ നമുക്ക് അത് നമ്മുടെ തലവേദന ബേസ് ചെയ്തിരിക്കണം. നമുക്ക് തലവേദന ഈ വശത്താണ് നമുക്ക് കൂടുതൽ തലവേദന വരുന്നതെങ്കിൽ ഇവിടെ വേണം സ്ട്രെച്ച് ചെയ്യാൻ. ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വേണം സ്ട്രെച്ച് ചെയ്യാൻ. ഇത് അടുത്ത വ്യായാമം, നമ്മൾ ഒരു വാതിലിൻ്റെ മുന്നിൽ ചെന്നതിന് ശേഷം നമ്മൾ 2 കൈകളും 2 പടിയിൽ വെച്ചതിന് ശേഷം ആ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിയുക, അല്ലെങ്കിൽ ലഞ്ച് ചെയ്യുക. അതിനുശേഷം പുറമോട്ട്. ഇത് 2 or 3 ആവർത്തി ഉള്ളിലേക്കും പുറത്തേക്കും നമ്മൾ ചെയ്യുക. ഇപ്പം വിട്ടുമാറാത്ത എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. മൈഗ്രെയിൻ അല്ലാത്ത തലവേദനയ്ക്ക് നിങ്ങൾക്ക് ചികിത്സയുണ്ടെന്നും അതെങ്ങനെയൊക്കെ മാറ്റാമെന്നുള്ളതും ഏതാണ്ട് ഒരു ധാരണയായി കാണുമല്ലോ. കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല വിശുദ്ധാവശ്യം സമീപിക്കുക. നിങ്ങൾക്ക് എനിക്ക് ഇൻബോക്സ് ചെയ്യാം, ഞാനത് അറിയാവുന്ന മറുപടികൾ ഞാൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.